സച്ചി, അമ്മ വിളിക്കുന്ന കണ്ടില്ലേ? ഫോൺ എടുക്ക്. എന്താ സച്ചി ഇത്? ഇങ്ങനെ ഫോൺ എടുക്കാതിരുന്ന അവര് ടെൻഷൻ ആവില്ലേ? എടുത്ത് എന്തെങ്കിലും ഒന്ന് പറ. എടുത്തിട്ട് എന്ത് പറയാനോ വയ്ക്കല്ലേ? സത്യം പറഞ്ഞ അവർക്കത് താങ്ങാൻ കഴിയില്ല. നുണ പറയാൻ എനിക്ക് വയ്യ. എന്ത് നുണ പറയാൻ? സച്ചി എന്താ എന്നെ മറച്ചു വെക്കുന്നെ? അത് പിന്നെ ഹൗസ് ഓണർ വന്ന് വാടകയ്ക്ക് പ്രശ്നം ഉണ്ടാക്കി. എങ്ങനെയെങ്കിലും വാടക ഒപ്പിക്കാന്ന് പറഞ്ഞ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ പലരോടും ചോദിച്ചു, ഒന്നും നടന്നില്ല വയ്ക്കല്ലേ. ബിജുക്കുട്ടനാ സാധാരണ ഇങ്ങനെയുള്ളപ്പോ സഹായിക്കാറ്. പക്ഷെ ഇപ്പൊ അവന്റെ കയ്യിലുമില്ല. സച്ചിക്ക് ഞാനത്ര അന്യാണോ? പലരോടും ചോദിച്ചിട്ടും എന്നോട് മാത്രം എന്താ കാര്യം പറയാതിരുന്ന്? ബിജുക്കുട്ടനോടുള്ള അടുപ്പം പോലും എന്നോടില്ലെന്നാണോ? എന്താ വക്കീൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? സച്ചിയുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആളല്ലേ ഞാൻ. എന്നിട്ടും ഈ കാര്യം മാത്രം എന്താ എന്നോട് പറയാതിരുന്നേ? സത്യത്തിൽ ഇപ്പോഴാ സച്ചിയോട് എനിക്ക് ദേഷ്യം തോന്നുന്നേ. ഈ പണം വാടക കൊടുക്കാൻ തികയും അമ്മയുടെ കയ്യിൽ കൊടുത്താ മതി. ഞാൻ തന്നതാന്ന് പറയണ്ട. വേണ്ട വക്കീലേ, മര്യാദക്ക് കേസ് നടത്താനുള്ള ഫീസ് തരാൻ പോലും പറ്റുന്നില്ല. പിന്നെ കാശുകൂടി കടം വാങ്ങാൻ നിന്നാ അതെങ്ങനെ ശരിയാവും? ആർക്കും ഇനിയും കൂടുതൽ കടക്കാരനാവാൻ വയ്യ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അല്ല ദുരഭിമാനം കാണിക്കേണ്ടത്, മനസ്സിലായോ? ഞാൻ ഈ പണം തരുന്നത് വെറുതെ ആണെന്ന് കരുതണ്ട. കടമായിട്ട് കൂട്ടിയാ മതി. കേസൊക്കെ ജയിച്ച് സ്വത്തൊക്കെ തിരിച്ചു കിട്ടി കഴിയുമ്പോ ഇതും കൂടി ചേർത്ത് എന്റെ ഫീസിന്റെ കൂടെ ഇങ്ങ് തന്നാ മതി. ഞാനത് വാങ്ങിച്ചോളാം. ഇനി ഭക്ഷണം ഓർഡർ ചെയ്യട്ടെ?